പ്രഭ എപ്പോഴാ അവിടെ എത്തിയത്? താലികെട്ട് കഴിഞ്ഞാ വന്നത്. പ്രഭ അവരോടൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ, ഒന്നും പറഞ്ഞില്ല. ചടങ്ങ് കഴിഞ്ഞ സന്തോഷത്തില് അവര് പിരിഞ്ഞു പോവുകയും ചെയ്തു. നീ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി ആരാ നിന്റെ കയ്യിൽ തന്നത്? ആരോ, ഞാൻ ഓർക്കുന്നില്ല. കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കും. ആരായാലും അവനെന്താ കെട്ടുതാലിയും പോക്കറ്റിട്ടുണ്ടാണോ ദിവസവും പുറത്തിറങ്ങുന്നത്? അങ്കിൾ, ഒരു താലി വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് എത്ര രൂപ വേണമെന്നറിയാവോ നിനക്ക്? അത് കുറഞ്ഞത് 5000 രൂപയെങ്കിലും വേണം, വേണ്ടേ? നാട്ടിലെ സദാചാരം സംരക്ഷിക്കാൻ നടക്കുന്നവരിൽ അത്രയും പണം മുടക്കാൻ കഴിവുള്ളവർ ആരായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്നത്? ആരും ഉണ്ടായിരുന്നില്ല. ആ പത്രക്കാരനും കുറച്ച് ലോക്കൽസ് ഉണ്ടായിരുന്നത്. എങ്കിൽ അതിനൊരു സ്പോൺസർ ഉണ്ടാവും, അതുറപ്പാ. സ്പോൺസറോ? ആരാത്? അതറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ പത്രക്കാരനെയും കൂടെയുണ്ടായിരുന്ന 4 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവരാളെ പറഞ്ഞു തരും. അങ്കിൾ, അങ്ങനെയാണെങ്കിൽ അത് അമ്മയാവോ? പ്രഭ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ? വേറെ ആർക്കാ ഈ കല്യാണം നടക്ക ഇത്ര വാശി? ഓ, ശരിയാണ്. പ്രഭ വിചാരിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. പക്ഷെ മീര, അവൾ എങ്ങനെയാ ആ കണ്ടീഷനിൽ അവിടെ എത്തിയത്? അപ്പോ അതൊരു അറേഞ്ച്ഡ് സംഭവമല്ലേ? ഫ്രണ്ട്സിന്റെ കൂടെ വന്നെന്നാ പറഞ്ഞത്. ആരായിരുന്നു നീ ചോദിച്ചില്ലേ? ഇല്ല. അപ്പോ നടന്ന സംഭവം നീ അപ്പൊ തന്നെ അങ്ങ് അംഗീകരിച്ചു. അങ്കിൾ, നിനക്കിനി ഇതിൽ നിന്ന് തലയൂരാൻ പറ്റുമെന്ന് തോന്നണുണ്ടോ? ദേവിയെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഈ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് ദേവിയാ. ദേവി മറന്നിട്ട് എനിക്കൊന്നും വേണ്ട. ജീവൻ പോകുമെന്ന് പറഞ്ഞാലും അതിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അങ്കിൾ, അങ്കിൾ വിചാരിച്ചാലേ ഈ കുരുക്കി തന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അവരെ അറസ്റ്റ് ചെയ്യണം. സത്യം തെളിഞ്ഞാ എനിക്കിതിന് തലവരാലോ. ഞാനത് ചിന്തിക്കാതിരുന്നില്ല. നീ പറയുന്നതിന് മുമ്പേ വേണ്ടുന്നതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. വീണ്ടും മീഡിയാസിൽ ചർച്ചയാവും. നിനക്ക് രക്ഷപ്പെടാം, പക്ഷെ മീര എന്ത് ചെയ്യും? കാര്യങ്ങൾ അവക്കറിയാലോ. ശരിയാണ്. പക്ഷേ സ്ത്രീകൾക്ക് അവരുടെ കഴുത്തിൽ വീഴുന്ന താലി ഒരാഭരണം മാത്രമൊന്നുമല്ല. അതണിയുന്ന നിമിഷം അവളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ്. അതേതവസ്ഥയിലാണെങ്കിലും നമ്മുടെ കോൺസെപ്റ്റിന് ഇപ്പോഴും വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ബലരാമൻ ഡൽഹിയിലെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് തിരക്ക് പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ കല്യാണം നടത്താനാ. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് നടത്താൻ പറ്റില്ലെന്ന് അവരോട് ഇനി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്കിൾ, ഞാൻ ഈ കെണി പെട്ടുപോയല്ലേ? അതെ, ഇതൊരുവിധം തിരക്കേടില്ലാത്ത കെണി തന്നെയാ. ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കെണി. ജീവിച്ചിരിക്കുന്ന 90% പേർക്കും ഇതുപോലുള്ള പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. കീഴടങ്ങിയവർക്കൊക്കെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നീ ഇത് നേരിടണം. ഈ പ്രശ്നത്തിന്റെ മുന്നിൽ ചങ്കുറപ്പുള്ള ഒരാണിനെ പോലെ നെഞ്ചു വിരിച്ചു നിൽക്കണം. ഒരു ഇഞ്ച് പോലും പിന്നോട്ട് വയ്ക്കാതെ ഫൈറ്റ് ചെയ്ത് നിന്നാൽ ഫൈനൽ വിക്ടറി നിന്റേതായിരിക്കും. ഈ സംഭവം പ്രഭ വിചാരിക്കും പോലെ മീര അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാ അവളെന്നല്ല ഒരു പെണ്ണും ഈ താലികെട്ട് അംഗീകരിക്കില്ല. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും സമ്മതിക്കില്ല. താൻ സമ്മതിച്ചു കൊടുക്കൂ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആർക്കായാലും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മീര അവൾ എന്തു പറഞ്ഞു അത് പറയൂ. ഇങ്ങനെ ഒരവസ്ഥയിൽ അവളെ താലി കെട്ടിയത് ശരിയായില്ലെന്ന് തന്നെ അവള് പറയുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് അവള് തന്നെയല്ലേ? കുടിച്ച് ബോധം കെട്ട് കിടന്നപ്പോ അവിടുന്ന് കൊണ്ടുപോരാൻ അവൻ നോക്കിയതല്ലേ എല്ലാത്തിന്റെയും തുടക്കം. അതിൽ നന്ദൻ എങ്ങനെയാ കുറ്റക്കാരനാവുന്നേ? ഇത് മീരയായിട്ട് തന്നെ വരുത്തി വെച്ചതാ. ജാനകി അതവളോട് പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും തലേ കയറുന്ന അവസ്ഥയിലല്ല അവള്. ബലരാമൻ വരുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിന്നാ ഇവിടെ വലിയ യുദ്ധം തന്നെ നടക്കും. ഉടനെ ഈ കല്യാണം നടത്തിയില്ലെങ്കിൽ ഈ മാനക്കേടിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തു പറഞ്ഞാ ഈ കുട്ടി ഒന്ന് വഴിക്ക് കൊണ്ടുവരിക? ജാനകി സംസാരിച്ചാൽ അവള് വഴങ്ങുമെന്നാ ഞാൻ കരുതിയത്. എടോ, ന്യായം അവള് പറയുന്നതില്ല പ്രഭ.
നമ്മൾ എന്തു പറഞ്ഞിട്ടാ അതിനെ ഇല്ലാതാക്കി സമ്മതിപ്പിക്കുന്നത്? ഇടോ, അവള് വിവരമുള്ള കുട്ടിയാ. മുന്നിൽ പോയി നിന്ന് ഒരുപാട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നല്ല രീതിയിൽ കാര്യങ്ങൾ നീങ്ങണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സംസാരം വേസ്റ്റ് ആണെന്ന് കണ്ടാൽ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി പോവും. പിന്നെ കരഞ്ഞിട്ടും വിളിച്ചിട്ടും ഒന്നും ഒരു ഫലവും ഉണ്ടാവില്ല. അതവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തില്ലേ? അവർക്ക് രണ്ടുപേർക്കും എന്തും പറയാം, പ്രതിഷേധിക്കാം. തീരുമാനിച്ച മുഹൂർത്തം വരെ മാത്രം. കല്യാണം നടന്നേ പറ്റൂ. അത് ചന്ദ്രോത്ത് തറവാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമോ? അത് നടത്തിയിരിക്കും ഞാൻ. ഇനി ഞാൻ എന്താ വേണ്ടത്? ഇനി എനിക്ക് നന്ദുവിനെ കിട്ടില്ല, അതുറപ്പായി. ഇത്രയും നാൾ കാത്തിരുന്നത് വെറുതെ. ചവിട്ടി അരച്ചിട്ടും സഹിച്ച് ജീവിച്ചത് ഞങ്ങൾ ഇങ്ങനെ പിരിയാനായിരുന്നോ? ആകെ ഒരു പ്രതീക്ഷ എനിക്ക് അച്ഛനായിരുന്നു. ഇങ്ങനെ മിണ്ടാതെ കിടന്ന വേറെ ആരാ എന്നെ രക്ഷിക്കാൻ? എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. അച്ഛനിങ്ങനെ കിടന്ന എനിക്കാരാ ഉള്ളത്? നന്ദു മീരയായിട്ടുള്ള കല്യാണം നടക്കും. ഇനി അതേ നടക്കും. എന്റെ മുന്നിലുണ്ടായിരുന്ന എല്ലാ വഴികളും കൊട്ടിയടച്ചു പോയി. ഇനി എന്തിനാ ഞാനിവിടെ നിൽക്കുന്നത്? ഞാൻ പൊക്കോട്ടെ അച്ഛ. അച്ഛനെ വിട്ടു പോകുന്നതില് എനിക്ക് ചങ്ക് പൊട്ടുന്ന വേദനയുണ്ട്. പക്ഷെ എനിക്കിനി പോയേ പറ്റൂ. നന്ദു വേറൊരു പെണ്ണിന്റെ കൈയും പിടിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അച്ഛ. അത് കണ്ട എനിക്ക് സമാധാനമായിട്ട് മരിക്കാൻ പോലും പറ്റില്ല. ഞാൻ പോട്ടെ. ആരോടും പറയുന്നില്ല. ഈ കാഴ്ച അവസാനത്തേതാ. ഇനി ആരും ഒരിക്കലും ദേവികയെ കാണില്ല. അച്ഛനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാ ഞാൻ പോകുന്നത്. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല. എന്നെ ശപിക്കരുത് അച്ഛ. എന്താ പറയാ? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് പറഞ്ഞോ? എന്താ എന്താ പറയാനുള്ളത്? പറഞ്ഞോ? എന്താണെങ്കിലും പറഞ്ഞു അച്ഛ. അച്ഛ എന്താ എന്താ പറയാനുള്ള? പറ. ചേച്ചി നീ കണ്ടോ? അച്ഛൻ എന്നെ കൈ ഉയർത്തി പിടിച്ചു. അച്ഛ
ഈ കൈ കൊണ്ടൊന്ന് തൊട്ടെ പ്ലീസ് അച്ഛ, എന്നെ ഒന്ന് തൊടൂ. അച്ഛൻ എന്നെ ഒന്ന് തലോടിയേ പ്ലീസ് അച്ഛ, എന്നെ ഒന്ന് തലോടച്ച. അച്ഛ, രചന ചേച്ചി ഒന്ന് തൊട്ടെ അച്ഛ പ്ലീസ്. ചേച്ചി എന്റെ പ്രാർത്ഥന വലിച്ചു. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. ഇപ്പൊ വരാം. ഇപ്പൊ വരാച്ച. അച്ഛ, എന്താ അച്ഛ? നീ വിഷമിക്കണ്ട, നന്ദനെ നിനക്ക് നഷ്ടപ്പെടില്ല. ഞാനാ പറയുന്നത്, നീ നിരാശപ്പെടണ്ട. എന്റെ നാവൊന്ന് ചലിച്ചു തുടങ്ങട്ടെ, എല്ലാം ഞാൻ നേരെയാക്കാം. എന്താണെങ്കിലും പറഞ്ഞോ. ഞാൻ പോണ്ടെന്നാണോ? ഞാൻ പോണ്ടല്ലേ? പറ, എന്താണെങ്കിലും പറ. ഡോക്ടർ, നീ നോക്കി. ഗുഡ്. സാർ ആ കൈ മെല്ലെ ഒന്ന് വിട്ട് പതിയെ വിടൂ സാർ. രണ്ട് കൈയോ എനിക്ക് ഡോക്ടർ എന്റെ നെറുകിൽ കൈവച്ചു. ഓ, വെരി ഗുഡ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിന് മുമ്പേ സാറിന്റെ രോഗം ഭേദമായി തുടങ്ങി. ഹാ, സാറൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കിയേ, ധൈര്യമായിട്ട് നോക്കിയേ. സാർ എന്തെങ്കിലും ഒരു വാക്ക് പറയണം സാർ. വിളിക്കച്ച, മോളെ നിന്ന് വിളിക്ക്. ആ ആ, ആ, വരട്ടെ സാർ. ആ, പറയണം പറയണം സാർ. അച്ഛ, എന്താന്ന് വെച്ച പറഞ്ഞോ, പറഞ്ഞു നോക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ് സാർ. ആട്ടെ, എങ്ങനെ ഇത് സംഭവിച്ചത്? അത് പിന്നെ ആ, മടിക്കാതെ പറഞ്ഞോളൂ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ എന്താ ഉണ്ടായത്? ഐ മീൻ, ദേഷ്യം വരികയോ സങ്കടം വരികയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ ഇങ്ങനെ കിടന്നാ മതിയെന്ന് ചോദിച്ച് കരഞ്ഞു. അപ്പോഴാ ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇനി സിദ്ധാർത്ഥൻ സാറ് വളരെ പെട്ടെന്ന് പഴയ കണ്ടീഷനിലേക്ക് വരും. ഈ അവസ്ഥയിലേക്ക് എത്താനാ ഞങ്ങൾ വെയിറ്റ് ചെയ്ത്. ഇങ്ങോട്ട് കിടന്നു വന്ന ആൾ തിരിച്ച് ഡ്രൈവ് ചെയ്തു പോകും.
നോക്കിക്കോ, നിങ്ങളുടെ അച്ഛനെ ഞാൻ അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും. ആ ദേവിക, സാർ ഇനി വേഗം സംസാരിച്ചു തുടങ്ങും. സംസാരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ ഓക്കെ? ഓക്കെ ഡോക്ടർ. ഓക്കെ സർ. നീയാള് കൊള്ളാലോ. അച്ഛന്റെ ഈ മാറ്റത്തിന്റെ പിന്നില് നീയാ. നിനക്ക് വല്ല അത്ഭുത സിദ്ധിയുണ്ടോ പെണ്ണെ? ഞാൻ അമ്മയെ വിളിച്ച് ഈ വിവരം പറയട്ടെ. അച്ഛാ, ഞാനിപ്പോ പോരുതല്ലേ? അമ്മേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അച്ഛൻ കൈയനക്കി. എന്റെ ഈശ്വരാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. സത്യമാണോ നീ പറയുന്നത്? സത്യം അമ്മേ. നല്ല മാറ്റം ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞപ്പോ അത് ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, നന്നായി, സന്തോഷായി. ഞാൻ അങ്ങോട്ട് വരാം. ആ ആ, ഇവിടെ ഹരിയേട്ടനും ജാനകിയും വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാം. ആ ശരി അമ്മേ. ജാനകി, രജനിയെ വിളിച്ചത്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഹ, സിദ്ധുവിന്റെ കൈ അനങ്ങി. റിയലി? അത് വലിയ അത്ഭുതമാണല്ലോ. ഇത്ര പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റിയെങ്കിൽ രാമനുണ്ണിയുടെ ട്രീറ്റ്മെന്റ് ശരിക്കും എഫക്റ്റീവാണ്. താങ്ക് ഗോഡ്. കേൾക്കാൻ ഒത്തിരി കൊതിച്ച കാര്യമാണ്. അല്ല, ഇതെങ്ങനെയാ സംഭവിച്ചത്? രജനി വല്ലതും പറഞ്ഞു? എന്നും ഇങ്ങനെ കിടന്നാ മതിയോന്ന് ദേവിക സങ്കടപ്പെട്ട് ചോദിച്ചപ്പോ സിദ്ധു അവളുടെ കയ്യിൽ മെല്ലെ ഇങ്ങനെ പിടിച്ചെന്നാ പറഞ്ഞത്. എന്നിട്ട് അതൊക്കെ റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞു? ചെയ്തു, പിന്നെ പറഞ്ഞതൊക്കെ ചെയ്തു. എന്താ എന്താ ജാനകി ആലോചിക്കുന്നത്? ഇങ്ങനെ കിടന്നാൽ മതിയോന്ന് സിദ്ധുവിനോട് പലരും പലവട്ടം ചോദിച്ചിട്ടില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോഴേ സിദ്ധുവിന് ചലനശേഷി തിരിച്ചു കിട്ടണ്ടേ? ജാനകി എന്താ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞത് അതൊന്നും ആയിരിക്കില്ല. അവളത് പുറത്തു പറയാത്തതാ. എന്നുവച്ചാ? സിദ്ധുവിന്റെ മനസ്സിലേക്ക് തറച്ചു കയറും പോലെ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതവൾക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ നന്ദന്റെയും മീരയുടെയും വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് അവൾ അവിടെ ഇമോഷണലായി സംസാരിച്ചിട്ടുണ്ടാവും. അത് സിദ്ധുവിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. അത് കേട്ടപ്പോ താങ്ങാൻ പറ്റാത്ത സ്റ്റേജിലാവും കയ്യിൽ പിടിച്ചത്. സിദ്ധുവിന് ദേവികയെ അത്രയ്ക്ക് ഇഷ്ടമാ. അവള് കരഞ്ഞാൽ സിദ്ധുവിന് സഹിക്കാൻ പറ്റില്ല. ഉറപ്പിച്ചോ, സംഭവിച്ചത് വേറെ ഒന്നുമല്ല. ഇനി വളരെ സൂക്ഷിക്കണം പ്രഭ. ഇനിയുള്ള ഇംപ്രൂവ്മെന്റ് എല്ലാം വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. ഉടനെ തന്നെ സിദ്ധു സംസാരിക്കാനും തുടങ്ങും. സംസാരിച്ചു തുടങ്ങിയാൽ അറിയാമല്ലോ ആദ്യം പറയാൻ പോകുന്ന എന്താണെന്ന്. ദേവിക നന്ദന്റെ ഭാര്യയാണെന്ന്. അത് ബലരാമനോടായാൽ എല്ലാം പൊളിയും. ഒട്ടും വൈകരുത്. നന്ദന്റെയും മീരയുടെയും കല്യാണം എത്രയും വേഗം നടത്തണം. ദേ, ഈ ചാൻസ് മിസ് ചെയ്താ പിന്നെ ഒരിക്കലും അത് നടക്കില്ല. ഇനി നന്ദന്റെ മൂവ്മെന്റ്സ് നല്ലതുപോലെ വാച്ച് ചെയ്യണം. നന്ദൻ, ദേവികയും നന്ദനുമാണ് ഇപ്പൊ സിദ്ധുവിന്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നത്. സിദ്ധു സംസാരിച്ചു തുടങ്ങിയ അക്കാര്യം അവർക്ക് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് മറച്ചു വെക്കാൻ പറ്റും.
സിദ്ധു ബലരാമനോട് സംസാരിച്ച് കഴിഞ്ഞാണ് കാര്യങ്ങൾ നമ്മൾ അറിയുന്നതെങ്കിലോ? പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഹരേട്ടാ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. സിദ്ധു കൈയനക്കി. അറിഞ്ഞു. രജനേച്ചി ഇപ്പൊ വിളിച്ചു പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയി എന്ന് ജാനകി അടക്കം ഡോക്ടേഴ്സ് എല്ലാവരും തീർച്ചപ്പെടുത്തുകയല്ലേ? ദേവികയോട് അന്ന് ICUവിൽ വെച്ച് സംസാരിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാ സിദ്ധുവിന്റെ ഈ തിരിച്ചുവരവ്. ഇങ്ങനെ റിയാക്ട് ചെയ്ത സ്ഥിതിക്ക് സിദ്ധു താമസിയാതെ തന്നെ സംസാരിക്കും അല്ലേടോ? ആ ഷുവർ. ഇനി അത് ഏത് നിമിഷവും ഉണ്ടാവും. സിദ്ധു കിടപ്പിലായതോടെ സ്വിച്ച് ഓഫ് ആയി പോയ പല കാര്യങ്ങൾക്കും സംസാരിച്ചു തുടങ്ങുന്നതോടെ ഒരു തീരുമാനം ഉണ്ടാവും.